ഹലോ ഗായ്സ്, എല്ലാവർക്കും ആർച്ചാർ ഗെയിമേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്ലോക്സ് ഫ്രൂട്ടാണ് കളിക്കാൻ പോകുന്നത് ഗായ്സ്. എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു എന്നറിയാം, കുറച്ച് വൈകിപ്പോയി. ഇന്ന് നമ്മൾ CB സ്റ്റാൻഡിങ്ങിനാണ് ആദ്യം പോകുന്നത്. നമ്മളുടെ ഒരു ഫ്രണ്ട് ലിസ്റ്റിലുള്ളൊരു കൂട്ടുകാരനുമുണ്ട്. അവൻ ഞാൻ എൻ്റെ ക്രൂവിലോട്ട് ആഡ് ചെയ്ത് ഗായ്സ്. ഗായ്സ് CB സ്പോൺ ആവുന്നതും നിൽക്കുകയാണ്. ഗായ്സ് CB സ്പോൺ ആയിട്ടുണ്ട് ഗായ്സ്. നമ്മൾ വലുതായിട്ട് പണിയൊന്നും ചെയ്യണ്ട, കാരണം നമ്മളത് അവേക്കണിങ് അല്ലാത്ത ബുദ്ധിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ അവേക്കൺ ആവുന്നതും കാണിക്കും. കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ 2 പാർട്ടായി ചെയ്യുന്നതാണ് ഗായ്സ്. നമ്മൾ 2-3 അടി അടിക്കുന്നേ ഉള്ളൂ. അവനാണ് എല്ലാ ഡാമേജും കൊടുക്കുന്നത്, കാരണം നമ്മൾക്ക് ഡാമേജ് കൊടുക്കാൻ കഴിയില്ല. അവേക്കണിങ് ബുദ്ധി ആയിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് കഴിഞ്ഞേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് 4 പവേഴ്സ് ഉള്ളതിനാലേ 4 പവേഴ്സിലുള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലോക്സ് ഫ്രൂട്ടിനാണ് നമ്മളുടെ എല്ലാം കൊടുത്തിട്ടുള്ളത്. നമുക്കിനി സ്റ്റാറ്റ് റീഫണ്ട് ചെയ്ത് അതെല്ലാം സ്റ്റാമിനൊക്കെ ആക്കേണ്ടി വരും. ഗായ്സ് ഫസ്റ്റ് ട്രയലിൽ തന്നെ പോയിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ 2 CBസിനെ കൊന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. മൂന്നാമത്തെ ഇത്തിരി പവർഫുൾ CBസ്റ്റ് ആയിരുന്നു ഗായ്സ്, അതുകൊണ്ട് മൂന്നാമത്തേന് കഴിഞ്ഞില്ല ഗായ്സ്. അവൻ തന്നെ ബോട്ടൊക്കെ മേടിച്ചോളും, നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി. അവൻ തന്നെ ബോട്ടൊക്കെ മേടിക്കും ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കവൻ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചു നോക്കാം. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഞാനിപ്പോൾ എൻ്റെ ക്രൂവിലോട്ട് നീ ജോയിൻ ആവുന്നു എന്ന് ചോദിച്ചു. ഗായ്സ്, എൻ്റെ ക്രൂവിലോട്ടുള്ള റിക്വസ്റ്റൊക്കെ അവനക്ക് എപ്പോഴും നമ്മൾ അയച്ചിട്ടുണ്ട്. ഒന്നും പാടി വായിച്ചു നോക്കുകയാണ് ഗായ്സ്. അവൻ ക്രൂവിലോട്ട് ചേർന്നിട്ടുണ്ട് ഗായ്സ്. നമ്മൾ അവൻ്റെ പേര് അടിച്ചപ്പോഴാണ് മനസ്സിലായത് ഓൾറെഡി ക്രൂവിൽ ചേർന്നു എന്ന്. നമ്മളവൻ ക്രൂവിൽ ചേർത്തിട്ടുണ്ട്. ഞാനാണ് ക്രൂ ക്യാപ്റ്റൻ ഗായ്സ്. നമ്മൾ അടുത്ത CBസിനെ തേടി പോവുകയാണ്. നമ്മുടെ അടുത്താണെങ്കിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. CBസിനെ ഇതാക്കി വരുമ്പോഴത്തേന് എത്രയാവും അറിയില്ല. ഓ ഗായ്സ്, ട്രഷർ ഐലാൻഡ് അല്ലേ ഇത് ഗായ്സ്. ട്രഷർ ഐലാൻഡിൽ നിന്ന് ഒരുപാട് പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. 1 ലക്ഷമേ നമ്മുടെ അടുത്ത് ഉള്ളായിരുന്നു. ഇപ്പോൾ 1,35,000 നിന്ന് ഇപ്പോൾ 42,564 ആയിട്ടുണ്ട്. 1,42,564 രൂപ ഗായ്സ്. ഇത് കണ്ടു വേണം വേഗം സ്റ്റാറ്റ് റീഫണ്ടിലോട്ട് പോകാൻ. സ്റ്റാറ്റ് റീഫണ്ട് ചെയ്തില്ലെങ്കിലേ ഞാൻ ബുദ്ധ അവേക്കൺ ചെയ്യണം. അതെന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ബുദ്ധ അവേക്കണിങ്. നമ്മളെന്തായാലും സൺ ഗ്ലാസസ് ഇടുകയാണ് ഗായ്സ്. മാഗ്മ ബ്ലാസ്റ്റേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ മാഗ്മ ബ്ലാസ്റ്റേഴ്സ് വേണ്ട, അത് ബാക്കിൽ നല്ല രീതി കാണാൻ. നമുക്ക് ബസൂക്ക ഗൺ എടുക്കാം ഗായ്സ്. നമ്മൾ CBസ്റ്റ് സ്പോൺ ആവുന്നവരേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. വേറൊരു ട്രഷർ ഐലാൻഡ് കണ്ടോ? പിന്നെ എന്തോ ഗായ്സ്, ഇവിടെ മറ്റേ ഫിഷസ് സ്പോൺ ആയിട്ടുണ്ട്. ഫിഷില്ലേ,
അറ്റാക്കിൽ ഷാർക്കുകളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ ഒന്നും ചെയ്യാതെ ഞാൻ നോക്കിയിരിക്കുക മാത്രമേ ഉള്ളൂ. ചെയ്യേണ്ടൊക്കെ ചെക്കന്മാർ ചെയ്തോളൂ. ഗായ്സ് അപ്പോൾ ഇതിനാ ബോട്ടാൾ വന്നു. മര്യാദക്ക് പോകുന്നു. ഇവർ വന്നാലാണ് ഭയങ്കര കഷ്ടപ്പാട് ഗായ്സ്. പ്രത്യേകിച്ച് നമ്മൾ പോലത്തോരിക്ക് ബുദ്ധ അവയ്ക്കണം. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയില്ല. വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഭയങ്കര പാടാ. ഡാമേജ് വേഗം കുറയുമെങ്കിലും വളരെ പാടാണ് അവർ ഇങ്ങനത്തെ രണ്ട് ആൾക്കാർ വന്നാൽ. രണ്ട് ബോട്ടുകൾ വന്നാൽ. ഗായ്സ് അവൻ ഡാമേജൊക്കെ അവനാണ് കൊടുക്കുന്നത്. എന്നാലും നമ്മൾ വെറുതെ നോക്കുകയാണ്. നമുക്ക് 25 ഫ്രാഗ്മെൻറ്റ് രണ്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്തയിലോട്ട് പോയി 2 കുത്തിയിട്ടുണ്ട്. പക്ഷേ ഗായ്സ് ഇതാണ് കുഴപ്പം. ഒരടിയിൽ പോയി കുടുങ്ങും. അപ്പോൾ കുടുങ്ങിയാൽ പിന്നെ അടിയിൽ വെള്ളമല്ലേ, ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരി ഗായ്സ് 1 2 3 1 2 3 സ്റ്റാർട്ട്. ഓനിപ്പോൾ നമ്മൾ എടുത്തോട്ട് എത്തും ഗായ്സ്. ഓനിക്ക് നല്ല അറിയാം, ഓനിപ്പോൾ എത്തും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ആയപ്പോൾ ഓനൊന്നും നോക്കില്ല, അത്രയും വിട്ടുന്ന് ഓൻ എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഓന് ഇപ്പോഴും എത്താതിരിക്കില്ല. ഇപ്രാവശ്യം ഓന് നമ്മളോട് ഡ്രൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. നമ്മളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്ത് വിടും. ലൈസൻസ് ഇല്ലല്ലോ. ഗെയിമിലായതുകൊണ്ട് പിന്നെ ലൈസൻസിനൊന്നും ഒരാവശ്യമില്ല. ബോട്ട് ഓടിക്കാൻ അപ്പോൾ വലിയ പാട്, അതൊക്കെ നമുക്ക് നിസ്സാരം. ഇത് ഗെയിമല്ലേ. യഥാർത്ഥത്തിലാണെങ്കിൽ ലൈസൻസൊക്കെ വേണം ഗായ്സ്. ഇത് ഗെയിമായതുകൊണ്ട് ബോട്ട് ഓടിക്കാനും കാർ ഓടിക്കാനൊന്നും ഗെയിമിൽ ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗായ്സ് എൻ്റെ പോക്ക് എങ്ങോട്ടാ? ഇതുവരെ ഒന്ന് സ്പോണായില്ല ഗായ്സ്. ഒരു സീ ബീച്ചിനെ കാണാനില്ല ഗായ്സ്. മുന്നിൽ മതിൽ പോലെ മലകൾ വന്നപ്പോൾ ശേ നമ്മളപ്പോൾ ഇത്ര നേരം എങ്ങോട്ടോ ഓടിച്ചു കൊണ്ടായിരുന്നേ. വന്നോടത്തേക്ക് തന്നെ പോവുന്നത് അല്ല. ഓ ഇങ്ങനെ പോയാൽ നമുക്ക് മടുക്കൂട്ടോ, ബോട്ട് ഓടിച്ച്. ഇതെന്തായാലും 2 പാർട്ടായിട്ട് ഇടേണ്ടി വരും ഗായ്സ് ഈ വീഡിയോ. ഒറ്റ പാട്ടിൽ കേൾക്കാൻ നമ്മൾ നോക്കാം ഗായ്സ്. ഗായ്സ് ഇനി നമുക്ക് ക്രൂവിലോട്ട് ആളുകൾ ജോയിൻ ആകണം. ആരെങ്കിലും ക്രൂവിലോട്ട് ജോയിൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ പറയണം. അതിനൊന്നും ചെയ്യണം, എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾ കളിക്കുന്ന സമയത്ത് കയറിക്കോളാം. അപ്പോൾ നിങ്ങൾ കളിക്കുന്ന സമയത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ക്രൂ റിക്വസ്റ്റ് അയക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ക്രൂവിൽ തന്നെ ജോയിൻ ആയാൽ മതി. കഴിയാവുന്നവരെല്ലാം ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ നോക്കുക. ക്രൂവിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ളവർ മാത്രം ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ മതി.
ഗൈസ് പിന്നെ മറ്റേ ഷാർക്കുകൾ വന്നു ഗൈസ്. ഇതാണ് നമുക്ക് പറ്റാത്തത്. ഒന്ന് പോയി വരുമ്പോഴത്തേന് ആ ഷാർക്കുകൾ വരും. നമ്മളിന്ന് സീ ബീസ്റ്റ് ഹണ്ടിങ് മാത്രമേ വിടുന്നുള്ളൂ. നമ്മൾ ഇത് ലോങ് വീഡിയോ ആയി പോവുകയാണ്. അതുകൊണ്ട് സീ ബീസ്റ്റ് ഹണ്ടിങ് മാത്രമാണ് ഈ വീഡിയോയിൽ. നമ്മൾ അടുത്ത വീഡിയോയിൽ ഗായ്സ്, അടുത്ത വീഡിയോയിൽ ബുദ്ധ അവേക്കണിങ് വീഡിയോ ആണ്. ബുദ്ധ അവേക്കണിങ് വീഡിയോ അത് അടിപൊളി വീഡിയോ ആയിരിക്കും ഗായ്സ്. ബുദ്ധ അവേക്കണിങ് വീഡിയോ എല്ലാവരും മറക്കാതെ കാണാൻ ശ്രമിക്കുക ഗായ്സ്. നമ്മൾ ഓനോട് ചോദിക്കുകയാണ് ബുദ്ധ റൈഡിന് എനിക്ക് വരാൻ കഴിയുമെന്ന്. എന്നെക്കൊണ്ട് കഴിയുമോ ബുദ്ധ റൈഡിന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് very ഇഷ്ടപ്പെട്ടത്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ ബോട്ടിൽ നിന്ന് ചാടി ഇറങ്ങി അത് കാണാനും വേണ്ടിയിട്ട് അതിൽ നിന്ന് ചാടി ഇറങ്ങും. അഥവാ ഇനി നമ്മൾ സീ ബീസിനെ കൊല്ലാൻ നേരത്ത് നമ്മൾ മരിച്ച് റീസ്പോൺ ആവുന്ന സമയത്ത് ഓൻ ആ സീ ബീസിനെ കൊല്ലാൻ നോക്കില്ല, നമ്മളിവിടെ അടുത്തോട്ട് വരും. നമ്മളുടെ കൂടെ സീ ബീസിനെ അടിക്കാൻ പോവുള്ളൂ എന്ന ഭാഷയിൽ. ഇതാണ് ഗായ്സ് അവൻക്ക് എന്നേക്കാൾ ലെവലൊക്കെ ഉണ്ട്. പിന്നെ ഈ ബോട്ട് മൈൻ്റെ കഥ പോവാനാണ് നല്ലത്. അവൻ മൈൻ്റെ കഥ ആണ് പോവുന്നെ, അതന്നെ നല്ലത്. ഇടക്കിടക്ക് വരും, എന്നിട്ട് 3 ബോട്ടിനെയും കൊല്ലും. 3 ബോട്ടിനും ഡാമേജ് വരുത്തിക്കാണ്ട് നമ്മൾ മുക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഡാമേജ് വരുത്തിക്കാണ്ട് ആ 3 ബോട്ടിനും തകർക്കും. എന്നിട്ട് ഒരു 75 ഫ്രാഗ്മെൻറ്റും ഒരു 25 ഫ്രാഗ്മെൻറ്റും കഴിഞ്ഞു. അതോടുകൂടി കഴിഞ്ഞു. എന്താ പിന്നെ ഇതിനും നല്ല ഒരു മൈൻഡാക്കാതെ പോണ. എനിക്ക് V2 ഉണ്ട്. നമുക്കിവിടെ V1 പോലില്ല. V1 ഉണ്ട് കേട്ടോ. നമുക്ക് V2 ഒന്നും ആക്കിയിട്ടില്ല. ഉടനടി V2 കഴിഞ്ഞ് V3 ആക്കുന്ന വീഡിയോ വരും ഗായ്സ്. വേറൊരു ട്രഷർ ഐലാൻഡ് കണ്ടിട്ടുണ്ട്. ഗായ്സ് ഇവിടെ നിന്നും അത്യാവശ്യത്തിൽ പൈസ കിട്ടിയിട്ടുണ്ട്. ഗായ്സ് 149 ഫ്രാഗ്മെൻ്റാണ് ഇവിടുത്തെ ഒറ്റൊരു ചെസ്റ്റ് കിട്ടിയത്. ഇപ്പം സീ ബീസ്റ്റ് സ്പോണാവും. ഇത് ട്രഷർ ഐലാൻഡ് അല്ലേ, അത് കഴിഞ്ഞ് അപ്പം സീ ബീസ്റ്റ് സ്പോണാവും. 1 2 3 സ്റ്റാർട്ട്. ഇപ്പം സ്പോണാവും, നോക്കിയിരുന്നോളൂ. 1 2 3 സ്റ്റാർട്ട്. ഗായ്സ് കണ്ടില്ലേ, അപ്പം സ്പോണാവും. ഇത്രയും ദൂരം നടന്ന് ചെന്നിട്ട് ഒരു സീ ബീസ്റ്റിനെങ്കിലും കണ്ടല്ലോ. വീഡിയോ ആയതുകൊണ്ട് തോന്നണു സീ ബീസ്റ്റ് തന്നെ സ്പോൺ ആയിട്ടില്ല. വീഡിയോ എടുക്കുന്നതിന് മുന്നേ ചെല്ലുന്നിടത്തൊക്കെ 2-3 സീ ബീസ്റ്റ് സ്പോണാണ്. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ ഒരു സീ ബീസ്റ്റും സ്പോൺ ആയിട്ടില്ല. ഇതാണ് ആദ്യത്തെ സീ ബീസ്റ്റ്. നമ്മളധികം ഡാമേജ് ഒന്നും വരുത്തുന്നില്ല ഗൈസ്. ഇന്നത്തെ ഈ വീഡിയോ ഒരു 20 മിനിറ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യും ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നമ്മൾ എല്ലാവരും ക്ഷമിക്കണം. ഇത് 20 മിനിറ്റ് ആയാൽ 20 മിനിറ്റ് വരെയൊക്കെ തന്നെ ഈ വീഡിയോ കൊണ്ടുപോകാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ അവേക്കണിങ് ഉൾപ്പെടുത്താമെന്ന് കരുതിയതാ, പക്ഷേ അതിനൊന്നും നേരം കിട്ടിയില്ല ഗൈസ്. കാരണം അതിന് കുറേ ലോങ് ആണ്. ലോങ് വീഡിയോ ആവശ്യം വരും. അതുകൊണ്ടാണ്. കാരണം ബുദ്ധ അവേക്കണിങ് എന്നൊക്കെ പറയാൻ ഭയങ്കര പാടാ. പിന്നെ വരുമെന്നു ഇവിടെ ഇവരെ മൈൻഡാക്കാതെ പോകാന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. കാരണം ഇവർ മുന്നിൽ കൂടെ വന്നിക്കണേ. അപ്പോൾ ഇവരെ മൈൻഡാക്കാതെ പോകാൻ കഴിയില്ല. ഗൈസ്
ഇതോടുകൂടി നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഈ 3 ബോട്ടുകളോട് കൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ അടുത്ത പാർട്ടി ഇപ്പോൾ തന്നെ ഇറക്കുന്നതായിരിക്കും ഈ വീഡിയോന് ശേഷം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഉടനടി അവേക്കണിംഗ് വീഡിയോ പ്രതീക്ഷിക്കാം ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഒരു കാര്യം പറയാൻ പറഞ്ഞു, എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ പോകല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തത് ഏത് ഗെയിമിൻ്റെ വീഡിയോ വേണമെന്നും കൂടിയും ഒന്ന് കമൻറ്റിൽ പറയുക.